ഡി എഫ് ഇറേ എൻ്റെ അമ്മോ, ഞാൻ ഇന്നലെ രാത്രി വീഡിയോ ചെയ്തു. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാനുള്ള എന്താ പറയുക എന്നറിയിട്ടടി, ഒരു വല്ലാത്ത അവസ്ഥയാണ് ആ പടം. കാരണം ആദ്യമേ നമ്മൾ ഈ പടം കാണുമ്പോൾ ഇത് ഇത്രമേലെ ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് പിന്നെ വലിയ ഹൈപ്പിൽ പോയി ഈ പടവുമായിട്ട് അങ്ങ് ചേരുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എല്ലാം മറക്കുന്നു. പിന്നെ പ്രത്യേകതയുണ്ട്, ഈ പടം ആദ്യമേ തുടങ്ങുമ്പോൾ ചില ആൾക്കാർ നമ്മുടെ കൂടെ തിയേറ്ററിൽ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാർ വന്നിട്ട് ചില കമൻറ്റുകൾ ചെയ്യും. എനിക്ക് ഭയമൊന്നും ഇല്ല എന്നറിയിക്കാൻ വേണ്ടി. പേടിയായിരിക്കും, പേടിച്ച് തൂറിയനായിരിക്കും, പക്ഷേ ഇത് എന്നെ പേടിപ്പിക്കുന്നില്ല എന്നൊക്കെ അറിയാൻ വേണ്ടി ചില കമൻറ്റുകൾ നടത്തും. അപ്പം നമുക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നും. നമ്മൾ ആ പടവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ അനാവശ്യമായ കമൻറ്റുകളൊക്കെ വരുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിനോട് അടുക്കും തോറും ഈ കമൻറ്റുകളെല്ലാം പോയി ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ഈ അടുത്തൊക്കെ ആളുണ്ട്, ഫുള്ളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ശാപം പോലും നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാക്കുകളൊന്നുമില്ല, സംഭാഷണമൊക്കെ വളരെ കുറവാണ്. പക്ഷെ ആ ചിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങ് അഴിഞ്ഞ് ചേരുകയാണ് ചെയ്യുന്നത്. ഒരു വല്ലാത്ത അനുഭവം. കാരണം ചെറിയ ശബ്ദം പോലും നമുക്ക് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതായിട്ട് തോന്നും. അങ്ങനെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നൈറ്റ് ഈ പടം കാണാൻ പോവുകയാണെങ്കിൽ ഒന്നും പറയേണ്ട, എല്ലാവരുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും ആ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ ഇതിൻ്റെ മേക്കിംഗ് കൊണ്ട് ഒരു അസാധ്യമായ സാധനമാണ്. ഒരു രക്ഷയില്ല. രാഹുൽ സദാശിവൻ, നിങ്ങളെ ഞാൻ നാമിച്ചിരിക്കുന്നു. ഈ ഭൂതകാലം എന്നൊക്കെ പറയുന്ന പ്രേതമില്ലാതെ തന്നെ പ്രേതത്തെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ചിത്രമായിരുന്നു. പ്രമേഹവും വേറെ ഒരു ഗെറ്റപ്പിലേക്കൊക്കെ പോയി. പക്ഷെ അതിൻ്റെ അന്തരീക്ഷമൊക്കെ ഒരു പ്രത്യേക രീതി. ഇപ്പം പ്രമേഹത്തിൻ്റെ അന്തരീക്ഷം കാടും ഭയങ്കര മനയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രേതത്തിൻ്റെ ഒരു പ്രതീതി കിട്ടുമായിരുന്നു. പക്ഷെ ഇത് നല്ല മനോഹരമായ ആ വീട് കാണിക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായൊരു വീട്. പക്ഷെ ആ വീട് ആ ചിത്രത്തിലെ ഒരു കഥാപാത്രമാക്കി നമ്മളെ ഭയപ്പെടുത്തുമ്പോഴുണ്ട് ഒരു വല്ലാത്ത രീതിയിൽ ഒരു രക്ഷയില്ലേ. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ കമൻറ്റുകൾ, അനാവശ്യമായ കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നവർ വരെ നിശബ്ദമാകുന്നു. അപ്പം നമ്മൾ ആഗ്രഹിക്കും ആരെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി ഒരു കമൻറ്റ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ അതിലേക്കങ്ങ് നമുക്കൊന്ന് ചിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ചെറിയൊരു തമാശ എങ്ങനെയും കേൾക്കും. നമ്മളങ്ങ് ടെൻഷൻ പിടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ചിത്രം കഴിഞ്ഞാലുണ്ടല്ലോ ശരീരമൊക്കെ അങ്ങ് തണുത്ത്, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കൊക്കെ പടത്തിന് പോയിട്ട് ആ പടം കണ്ടിട്ട് രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോഴൊരു വല്ലാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും. ഈ വല്ല പൂച്ച വല്ലതും കുറുക്കി ആയിക്കഴിഞ്ഞാൽ തീർന്നു മക്കളെ, ആ അവസ്ഥയാണ് ചിത്രങ്ങൾ. അപ്പം പലരും ചിത്രം കണ്ടതിന് ശേഷം പലരും നിന്ന് പറയുന്ന കേൾക്കുക, ഇനി എങ്ങനെ വീട്ടിലോട്ട് പോകുമെന്ന് തമാശയായിട്ടും കാര്യമായിട്ടും പറയുന്ന കിട്ടും. അപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ ചെറുക്കൻ്റെ കാര്യം, പ്രണവ് മോഹൻലാൽ. എന്തിനാടേ രണ്ട് കൊല്ലത്തിൽ ഒരിക്കലും ഒരു പടം ചെയ്താൽ മതിയടേ. യാതൊരു രക്ഷയില്ലാത്ത ഈ തുടക്കത്തിലൊക്കെ ഒരു നോട്ടമുണ്ട്, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. നോക്കി പീഡിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഒരു രക്ഷയില്ലാത്ത നോട്ടും. ഇന്നേ വരെ നമ്മൾ പ്രണവി കാണാത്ത ആ സ്റ്റൈല്, ആ നോട്ടം, എല്ലാത്തിനും ഒരു വല്ലാത്തൊരു നമ്മളേക്ക് തുളച്ചു കയറുന്ന സാധനങ്ങൾ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ചെറുക്കൻ പടച്ചു വിട്ടിരിക്കുന്നത്. ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് കിട്ടിയേക്കുന്നത് തോന്നി. കാരണം ഇനി പടങ്ങളിൽ എത്ര പടങ്ങളിൽ അഭിനയിച്ചാലും, ഞാനതാ പറഞ്ഞത്, ഒരു 110 പടമൊന്നും അഭിനയിക്കേണ്ടടേ, ഈ ഒറ്റ പടം കണ്ടാൽ മതി ചെറുക്കൻ പൊടിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പുതിയ നടന്മാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പേര് കേട്ട പല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒഴിച്ച് ഈ നടന്മാരുടെയൊക്കെ അഭിനയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ മുൻപന്തിയിലേക്ക് ചെറുക്കൻ്റെ ഒറ്റ പ്രകടനം കൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രണവിൻ്റെ
അപൂർവം ചിത്രങ്ങളിലെ പ്രണവ്, 3-4 പടങ്ങളിലെ പ്രണവ് അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു 100 പടം അഭിനയിച്ച നായിക നടന്മാരുടെ ഗണത്തിലേക്ക് ഒറ്റ ചിത്രം കൊണ്ട് ഉയർന്നു വരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അപാര റേഞ്ച് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രണവിൻ്റെ വേറെ ഒരു മുഖമാണ് നമ്മൾ ഹൃദയത്തിൽ കാണുന്നത്, ഒരു റൊമാൻറ്റിക്. അതിൽ നിന്ന് വ്യത്യസ്തമായി റേഞ്ച് അങ്ങ് ഭയങ്കരമാണ്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റിയ സംവിധായകർ വരണം. നല്ല സംവിധായകൻ്റെ കയ്യിലൊക്കെ സാധനം കിട്ടിയപ്പോഴുണ്ടല്ലോ, ചെറുക്കൻ്റെ റേഞ്ച് അങ്ങ് വേറെ ലെവലാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു രക്ഷയില്ല പ്രണവ് മോഹൻലാൽ. ഞാൻ പറയുന്നത് ഇനി 2 കൊല്ലത്തേക്ക് പടം അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ചിത്രങ്ങളൊന്ന് അഭിനയിച്ച് കണ്ടാൽ മതി മോനെ, പൊളിച്ചു. പിന്നെ ഇതിനകത്ത് പോറ്റിയായിട്ട് ഇതിലെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട് പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല. നമുക്ക് വീക്ഷണം നോക്കുന്ന ഒത്തിരി കഥാപാത്രം. പോറ്റിയായിട്ട് ജിബിൻ ഗോപിനാഥ് ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. ചില മുഹൂർത്തങ്ങളാണ്ട് പൊളിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ എൽഫമ്മയായി ജയാക്കുറുപ്പ്, കിരണായി അരുൺ അജികുമാർ, മനോഹരി ജോയിൻ, ഫാദിനാഥ് പ്രഭു, ഇവരുടെയൊക്കെ പേരുകൾ സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചേക്കുക. കാര്യം ഈ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇവരെല്ലാം വേറെ ലെവൽ അഭിനയങ്ങളാണ്. ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രം, ചെറുതും വലുതുമായ എല്ലാ കഥാപാത്രങ്ങളും മികച്ചു നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴുണ്ടല്ലോ, ആ പടത്തിൻ്റെ വൻ വിജയമായി മാറി. ആ സംവിധായകൻ്റെ ഒരു കഴിവ് അപാരം തന്നെ. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് ഇവരെല്ലാം കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പോറ്റിയായിട്ട് വന്ന ജിബിൻ ഗോപിനാഥും എൽഫമ്മയായ ജയാക്കുറുപ്പ് ഒരു രക്ഷയില്ല. ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയുന്നത്, ആരുടെയും പേരെടുത്ത് പറയുന്നത്. പക്ഷെ പറയണോടെ ഇവരുടെയൊക്കെ പേര് പറഞ്ഞ് തന്നെ പറയണം. അതുപോലെ സംഗീതം, ക്രിസ്റ്റോ ഫേവിയർ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. വാക്കുകൾ കുറച്ചുള്ള ഒരു പടമാണ്. അപ്പം നിശബ്ദതയെ ഭേദിച്ച് സംഗീതം നമ്മളെ പിടിച്ച് കുലുക്കണമെങ്കിലുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ സാധനം. വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭവം നമുക്ക് തരിക എന്ന് പറയുന്നത് വല്ലാത്ത അനുഭവമായി പോയി മോനെ. ക്രിസ്റ്റോ ഫേവിയർ പൊളിച്ചു കഴിഞ്ഞു. ഛായാഗ്രഹണം ഷെഹനാസ് ജലീൽ, അതുപോലെ എഡിറ്റിംഗ് ഷെഫീഖ് മുഹമ്മദ് അലി. ഇവരുടെ ഒന്നും പേര് എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പ്രമേയത്തിലും ഭൂതകാലത്തിലും ഇവരൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ പേര് പറയണം എനിക്ക് നിർബന്ധമുണ്ട്. ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ ഈ പടം കാണാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ഈ പടം നിങ്ങൾക്ക് പേടിയൊന്നുമില്ല, നിങ്ങൾ നിരവനാണെങ്കിൽ കൃത്യമായിട്ട് നൈറ്റ് ഷോയിൽ പോയിരുന്ന് കാണുക. അതുപോലെ നല്ല തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ആ സൗണ്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിശബ്ദത ഭേദിച്ചുകൊണ്ട് ഒരു പൂച്ചര സൗണ്ടായാൽ പോലും നമ്മൾ ഞെട്ടിക്കും. പക്ഷേ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇവർ മനഃപൂർവ്വം ഭയപ്പെടുന്ന സാധനം ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന പലപ്പോഴും നമ്മൾ ഞെട്ടലുണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് നിശബ്ദത വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം. ആ വീടൊക്കെ എന്നുള്ളത് പ്രേതത്തിൻ്റെ ഗെറ്റപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഭീതിപ്പെടുത്തുന്ന ലെവലിലേക്ക് ഒരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അന്തരീക്ഷം തന്നെ പ്രേതത്തിന് അനുകൂലമായി. പണ്ട് നമ്മൾ പ്രേതകഥകളൊക്കെ ആകുമ്പം വീട് കാണുമ്പോൾ തന്നെ പ്രേതമാണെന്ന് തോന്നും. അതുപോലെ കാറ്റും അതുപോലെ വെള്ളവസ്ത്രങ്ങളും കാറ്റത്ത് പറക്കുന്ന ജനൽ കർട്ടനും ഇതൊക്കെയാണ് പ്രേതത്തിൻ്റെ. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് കത്തി മാറുന്നത്, അതൊക്കെയാണ് നമ്മൾ പ്രേതത്തിൻ്റെ സിമ്പിളായിട്ടൊക്കെ കണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയായിരുന്നു സ്ഥിരമായിട്ട് ക്ലീഷ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് രാഹുൽ സദാശിവം നമുക്ക് കാണിച്ചു തന്നു, പൊളിച്ചു. പിന്നെ പ്രത്യേകം പറയേണ്ടത്, ഞാൻ പറയുന്നത് നൈറ്റ് ഷോ കാണാൻ നിർബന്ധമായി കാണുക. കാരണം അതാണ് നമുക്ക് നല്ലൊരു അനുഭവം തരുന്നത്. കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. അതുപോലെ നല്ല തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യുക, കുട്ടികളുമായിട്ട് കഴിയുന്നതും പോകാതിരിക്കുക. കാരണം അത് പോകരുതേ. കാരണം നമ്മുടെ മനസ്സ് പോലല്ല കുട്ടികളുടെ മനസ്സ്. എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. ചിലപ്പം ചിലവരൊക്കെ വിചാരിക്കും കുട്ടികളെ കൊണ്ട് പോവാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കഴിയുന്നതും കുട്ടികളെ കൊണ്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇത് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. അപ്പം DF ഇറേ എന്ന ചിത്രത്തിൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ചിത്രം പോയി കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
അപ്പം ഞാൻ ഇതിൽ നിന്ന് മോചിതരല്ല. ഞാൻ ഒരിക്കൽ കൂടി ഈ ചിത്രം പോയി കാണും. അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാകട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.